പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ സാധനത്തിന് ഞാൻ ബുക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തെന്നല്ലേ നമ്മളെ സ്ട്രോബെറി. ഇതൊരു പരീക്ഷണമാണ്. വിജയിക്കുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പില്ലേനു, എന്നാലും മോശമില്ലാണ്ട് വന്നിക്ക്. ടെക്സ്റ്റൈൽസിനെല്ലാം കിട്ടുന്ന ആ ക്ലോത്ത് ടൈപ്പ് തുണിയില്ലേ, കവറില്ലേ, അത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഒന്നുമില്ല, സ്ട്രോബെറീൻ്റെ പാറ്റേണിൽ അത് മുറിച്ചെടുക്കുക, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉണ്ണൊക്കെ വെച്ച് നിറച്ച് കൊടുക്കുക, എൻ്റെ പോർഷൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക, വേണ്ടുന്ന രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ചെടുക്കുക. ഈ റെഡ് കളർ കവർ കിട്ടിയവരെ എനിക്ക് കൺഫ്യൂഷനായി. എന്തുണ്ടാക്കും. റോസാപ്പൂ ഉണ്ടാക്കിയാലോ, മിക്കി മൗസ് ഉണ്ടാക്കിയാലോ, കുറേ ആലോചിച്ച് ലാസ്റ്റ് എളുപ്പപ്പണി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രോബെറിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ പെയിൻറ്റിങ് വിചാരിച്ച പോലെ അല്ല കേട്ടോ. നമ്മൾ വിചാരിച്ച കളർ ഈ ക്ലോത്തിൽ കിട്ടൂല. ആ ക്ലോത്തിലെത്തുമ്പോൾ ആ കളർ വേറെ ഏതോ കളറായിട്ടുണ്ടാവുക. 5-6 കോട്ട് അടിച്ചേരാണ് ആ പച്ചനെ എനിക്കൊന്ന് പച്ചയായിട്ട് കാണാൻ പറ്റിയത്. പച്ച കളർ മുഴുവൻ അടിച്ചൊരു ആ പോഷൻ മാത്രം സ്റ്റാർ ഫിഷ് പോലായി പോയോ എന്ന് വരെ ഞാൻ വിചാരിച്ചു. ഏതായാലും കുഴപ്പമില്ല, ഒരു മുഞ്ചൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ സ്പോഞ്ചില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉണ്ണാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു സോഫ്റ്റ്നെസ് അതിൽ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്പോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്ക്വിഷി ഇഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ള വരകൾ അതിനി ഇങ്ങനെ വരുത്തിക്കുന്ന ഒരു പിടിയുമില്ല. വെള്ള കളറായിട്ട് കാണുന്നുണ്ട്, എന്തോ ഭാഗ്യമുണ്ട്. ആ വരകൾ വന്നേരം സ്ട്രോബെറിക്ക് മുഞ്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഞാൻ 2 സൈഡിലും വരകൾ ഇട്ട് കൊടുക്കുക, ഭംഗികൾ ഇരുന്ന് ആസ്വദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.